നമസ്കാരം ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഇനോഗ്രേഷനാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഷൈനിൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ് പുതിയതായി ഒരു ഹോഴ്സ് റൈഡ് അക്കാഡമി തുറക്കുകയാണ്. ട്രിവാൻഡ്രത്ത് പേയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അക്കാഡമി. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഈ അക്കാഡമിയെ പറ്റിയുള്ളതാണ്. ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മറ്റുണ്ടാകില്ല, പച്ചയായ പുൽപ്പറങ്ങളിലുള്ളവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തമപിക്കുന്നു, തിരുനാമം നിമിത്തം നീതിപാതകൾ നടത്തുന്നു, ഒരു താടികൾ കൂടെ നടന്നാലും ഞാൻ നടത്തുവാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നവല്ലോ, നിൻ്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കഴിയുന്നു, നന്മയും കരുണയും എൻ്റെ ആവിഷ്കാരത്തെയും മുന്നേറ്റം തുടരും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രാർത്ഥിക്കാം. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കാലാകാലങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ സന്തോഷത്തിനായും അവസരങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സ്ഥലം പ്രത്യേകാൽ വേർതിരിച്ച ദൈവമായ കർത്താവേ, ഹോഴ്സ് റൈഡിങ്ങിനായി പ്രിയമക്കൾ വിനിയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപ കൊണ്ട് നിറയ്ക്കുകയും അനേകർ അത് പഠിക്കുവാൻ ദൈവമായ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സംരക്ഷണയും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുമാറാകണമേ. ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി അവർ പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു.
ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ കർത്താവെ അനേക കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. മൃഗങ്ങളോടുള്ള സ്നേഹവും കരുതലും കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം കർത്താവെ ഈ ശുശ്രൂഷകളെല്ലാം സഹായിക്കുന്നതിനായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതിനായി നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇതിന് കർത്താവെ ചിലവിടുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയമക്കളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുന്നതിനും കർത്താവെ അവിടുന്ന് കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പുതിയ പ്രവർത്തന മേഖലകൾ ഞങ്ങൾക്ക് ദൈവം നൽകുന്നു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയും സ്നേഹവും സംരക്ഷണയും തുടർന്നും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോൾ ഈ ദേശത്ത് ഏറ്റവും അനുഗ്രഹകരമായി ഇവിടെ ഒരു ട്രെയിനിങ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. ഇത് അനേക കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം മുതിർന്നവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ സ്ഥലത്ത് അനുഗ്രഹകരമായി തന്നെ ഇപ്രകാരം ഒരു ഹോഴ്സ് റൈഡിങ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കുന്നു. ഈ നാളുകളിൽ നാം ഏവരും അറിയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവിധ മാധ്യമങ്ങളിലൂടെ പഠനങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. ഇതും അത്തരത്തിൽ ഒരു റിക്രിയേഷൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കുട്ടികൾ ഇതിനോടകം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ തുടർന്നുള്ള നാളുകളിൽ ഏറെ അനുഗ്രഹമായിട്ട് ധാരാളം കുഞ്ഞുങ്ങൾ ഇത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകും എന്നതിന് യാതൊരു മാറ്റവുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ലിയ ഹോഴ്സ് റൈഡിംഗ് അക്കാഡമി എന്ന പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറി ചില വാക്കുകൾ കൊടുക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിക്കുന്ന ലോകം പുതിയ തരത്തിലുള്ള ആശയങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെയും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകമാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് രംഗത്തുള്ള പ്രവർത്തനങ്ങളും താല്പര്യവുമൊക്കെയും പുതിയ തലമുറയ്ക്ക് ഏറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ശാരീരികമായ പരിപുഷ്ടിക്കും പ്രവർത്തനക്ഷമതയ്ക്കുമൊക്കെയും അത് ഉതകുന്നു. മാത്രമല്ല തുടർന്നുള്ള അവരുടെ ജീവിതത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് ഇത്തരത്തിലുള്ള കോഴ്സിലൂടെ ഉള്ള പരിശ്രമങ്ങൾ ഏറെ സഹായകരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ മൃഗങ്ങളെയും അതുപോലെയുള്ള ജന്തുക്കളെയും സഹിക്കുന്ന ഒരു സമീപനമല്ല. അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യം, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ ഇവരുടെ മാനസികമായ വികാസത്തെ സംബന്ധിച്ചിടത്തോളവും ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനകരമായ ഒരു കായിക രംഗമാണ് ഈ രംഗം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പ്രദേശത്ത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്.
അതിന് എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ആർക്കും ഉണ്ടാകാതെ വണ്ണം ഇത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇതിനെ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ലഭ്യമാകുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ലിയ ഹോഴ്സ് റൈഡിംഗ് അക്കാഡമി, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഈ സ്ഥാപനത്തെ അവിടുന്ന് വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്ത് അനേകർക്ക് ഏറെ സന്തോഷം ലഭ്യമാകുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിലൂടെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ട്രെയിനർമാരായിട്ട് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ സന്തോഷം ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും നാമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹായ് ഗൈസ്, അങ്ങനെ സന്തോഷകരമായിട്ട് ഇവിടുത്തെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ ജോസേട്ടൻ്റെയാണ് ഈ ഒരു സ്ഥാപനം. അങ്ങനെ ജോസേട്ടൻ്റെ ഒരു പുതിയൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുകയായി. ഹോഴ്സ് റൈഡാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാം. സോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. സോ ഇവർക്ക് ഈ സ്ഥാപനത്തെ പറ്റി പറയാനുള്ളതൊക്കെ നമുക്ക് ജോസേട്ടൻ്റെ മോനിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് കുതിരയെ പരിചയപ്പെടാം. നിങ്ങൾ 2 കുതിരയുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയായിട്ട്. അത് കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ള കുതിരയാണ്. ലിയെന്നാണ്. ഇത് ജോസേട്ടൻ്റെ മൂത്ത മോനാണ് കേട്ടോ. പേര് പറയാടാ. ഓക്കെ. ഇവൻ കൊച്ചിലെ റൈഡ് പഠിച്ചതാണ്. ഇതിൽ തന്നെയാണ് പഠിച്ചത്. ഇവനും ഇവൻ്റെ ഇളയ സഹോദരനുണ്ട്, ക്യാമറമാൻ. ഓക്കെ. സോ ഇവർ ഇതിൽ നിന്നാണ് പഠിച്ചത്. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇപ്പോൾ ഇവിടെ ഒരു 30 ദിവസത്തെ ക്ലാസ്. ഓക്കെ. 10 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും കുതിര സവാരി പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ബോഡി ബാലൻസ് ചെയ്യാൻ ഒരു 1 തൊട്ട് ഒരു 5 ദിവസം വരെ. ഓക്കെ. അങ്ങനെ ഒരു 5 ദിവസം ബോഡി ബാലൻസിങ്, പിന്നെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് 30 ദിവസത്തെ ഫുള്ള് ഹോഴ്സിനെ പറ്റി ഉള്ള കാര്യം, ഹോഴ്സിൻ്റെ റൈഡിങ്ങിനും എല്ലാം A to Z കാര്യം ഇതിനെ പറ്റിയുള്ള പറഞ്ഞു കൊടുക്കും. പ്രോപ്പറായിട്ട് ഇത് പഠിപ്പിക്കുന്ന 3 ട്രെയിനേഴ്സ് ഉണ്ട്. സോ അവരാണ് ഈ നിൽക്കുന്ന 3 പേര്. ആദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞേ. എൻ്റെ പേര് രാഹുൽ. ഓക്കെ. എൻ്റെ പേര് അമൽ എന്നാണ്. പിന്നെ ഇത് അറിയാലോ, മോലാളി. ഈ ബാക്കിയുള്ള 2 പേരെയും കൂടി പരിചയപ്പെടുത്തും. സുഹൃത്താണ്. ഓക്കെ. സോ ചേട്ടാ, എനിക്കിതിൽ നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, എനിക്കിത് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. സോ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്, എങ്ങനെയാണ് നിങ്ങളിത് ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് ഓരോരുത്തരായിട്ട് പറയാമോ? ഡീറ്റെയിൽ.
30 ദിവസത്തെ ക്ലാസ് ആണ്. ഓക്കെ. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നതല്ല. അവരുടെ എന്തെന്ന് പറയാ, അവരുടെ ആ ഒരു മെച്യൂരിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും നമ്മൾ ആദ്യമേ അവരുടെ കൂടെ എല്ലാം കാര്യങ്ങളെല്ലാം നടന്ന് ആ കണക്കിനാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിന്റെ ഗ്രൂമിങ് കാര്യങ്ങൾ, ഒരു കുതിരയെ സ്റ്റേബിളിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ കൊണ്ട് കെട്ടാം, അതുവരെയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഏത് പ്രായക്കാർക്കാണ് ഇത് പഠിക്കാൻ പറ്റുക? ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സ് വരെ എന്നുള്ള പറഞ്ഞാൽ ഇതിന് പ്രായമില്ല. പിന്നെ എന്താ പറയാ, ഒരു 5 വയസ്സ് മുതൽ അങ്ങോട്ട് പിള്ളേർക്ക് ഇത് പഠിച്ചു തുടങ്ങാം. പിന്നെ കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു കുതിര സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു 12 to 13 വയസ്സ് ആ കണക്കിന് ഫുൾ മെച്യൂർഡ് ആവും. അതിന് മുമ്പേ ആവുന്ന പിള്ളേരും ഉണ്ട്, എന്നാലും ഒരിതിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുതിര സ്റ്റേബിളിൽ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ട് കെട്ടണം. അതിന് കുറേ ബേസിക് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളിവിടെ ക്ലാസ്സിൽ ഈ 30 ദിവസം കൊണ്ടെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ബിറ്റിടുന്നതും ഈ സീറ്റ് വെച്ച് കെട്ടുന്നതും അതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഈ ബേസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മളിവിടെ ഉൾപ്പെടുത്തി ഈ 30 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നു. 12 വയസ്സ് ഇത് ഹൈറ്റ് പ്രശ്നമാണോ അല്ലെ അങ്ങനെ വല്ലതും ഉണ്ടോ? കുട്ടികൾക്ക് ഇത്ര ഹൈറ്റ് വേണം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കയറണമല്ലോ ഈ കുതിരയുടെ മണ്ടയിൽ ഒറ്റയ്ക്ക്? ആരെങ്കിലും എടുത്തു വെച്ച് ഇരുത്തി റൈഡ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിയും സ്വന്തമായിട്ട് കയറി റൈഡ് ചെയ്യുന്ന ആ ഒരു ഇതിന് വേണ്ടി നമുക്കിവിടെ 2 കുതിരകളുണ്ട്. ഓക്കെ. സോ കൊച്ചു കുട്ടികൾക്ക് ആ ചെറിയ കുതിരയും വലിയവർക്കാണ് ഈ റൈഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ കയറി ഇരുന്ന് സ്വന്തമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതാണ് പ്രായപരിധി? 12 to 13 വയസ്സ്. 12 to 13 മുകളിലോട്ട് അങ്ങോട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ചാടി കയറി ആ ഒരു കണക്കിന്. ഇത് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ തന്നെ അതിൻ്റെ ഫുൾ കോസ്റ്റ്യൂം എന്ന യൂണിഫോം അങ്ങനെയൊക്കെ ഉണ്ടോ? കിറ്റ് കാര്യങ്ങൾ ഇതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും വെച്ചിട്ട് അതെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി പറയൂ. ചേട്ടാ, ഇത് വന്നിട്ട് ഒരു റോയൽ അനിമലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം വേണം. ഇത്തിരി പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ റൈഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ കോൺഫിഡൻസ്, ഒടുക്കത്തെ ധൈര്യം വരും. ഓക്കെ. നമുക്ക് എന്തോ പിന്നെ ഒരു കാര്യം നമുക്ക് പേടിക്കാതെ ചെയ്യാൻ പറ്റും. അത്ര കോൺഫിഡൻസ് ആണ്. ഓക്കെ. ചേട്ടൻ്റെ പ്രൊഫഷണൽ ഒന്ന് പറയാമോ? അപ്പോൾ ഫിലിമിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ചേട്ടൻ്റെ ഇന്ന് പഠിച്ചിട്ട് പോയ നടന്മാരുടെ പേരൊക്കെ ഏതൊക്കെയാണ്? ഒരുപാട് പേരുടെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചേട്ടൻ പറയൂ. നമുക്കിത് വന്നിട്ട് എല്ലാവർക്കും വീടുകളിൽ വളർത്താൻ സാഹചര്യം കുറവാണ്. ഇപ്പോൾ നമ്മളിവിടെ റൈഡിംഗ് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് വീട്ടിനകത്ത് മാത്രം ഇരുന്ന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് കുതിരയോട് ഇടപഴകാനും സമയം സ്പെൻഡ് ചെയ്യാനും, ഈ കുതിരയോട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന ഒരു കൂട്ടത്താണ് കുതിര. നമുക്ക് കുറച്ച് നേരം ഇതിൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുറേ റിലാക്സും കാര്യങ്ങളൊക്കെ കിട്ടും, ടെൻഷനൊക്കെ മാറി കിട്ടും. കുതിര റൈഡ് ചെയ്യുമ്പോഴായാലും എല്ലാം. അപ്പോഴേ അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് പറയണം. നമുക്കിത് പഠിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസം, മാക്സിമം 12 ദിവസം മതി. നമ്മളിവിടെ വരുന്നവർക്ക് ഇവിടെ കംഫർട്ടബിളായിട്ട് സമയം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 30 ദിവസം ഇവിടെ കൊടുക്കുന്നത്. അപ്പോഴേ അവർ ഇപ്പോൾ ഇന്ന് വന്ന് പറഞ്ഞാൽ എന്നാൽ കുതിരയെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് ചാടിക്കയറണം എന്നൊന്നും നമ്മൾ പറയില്ല. അവർക്ക് കംഫർട്ടബിളായിട്ട് ചേട്ടാ ഞാൻ ഇന്ന് ഇതേപോലെ ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്തോളാം, എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രമേ അവരെ ഒറ്റയ്ക്ക് നമ്മൾ ഇതിനു വേണ്ടി കുതിരയായിട്ട് വിടത്തുള്ളൂ. വരുന്നവർക്ക് വന്നിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറ്റി വിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് വന്നല്ല, കൂടെ ആൾ വന്ന് കുതിരപ്പുറത്ത് എങ്ങനെ ഇരിക്കണം, നമ്മളെ ബ്രൈഡൽ സെറ്റ്, റൈൻസ് എങ്ങനെ പിടിക്കണം, പിടിക്കേണ്ട രീതികൾ, കാര്യങ്ങൾ, ഇരിക്കേണ്ട രീതിതം, ബാലൻസിങ്, ബോഡി ബാലൻസിങ് എല്ലാം ആക്കിയതിന് ശേഷം മാത്രമേ അവരെ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറ്റി വിടുകയുള്ളൂ. അല്ലാതെ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് നിങ്ങളതിലിരിക്കുന്ന പൈസ നമുക്ക് വേണം, ഇത് നമ്മളെ ബിസിനസ് മൈൻഡാണ് എന്നുള്ള മൈൻഡിലല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ട് അത് നിങ്ങൾക്ക് അതിന് മേലെ യൂസ്ഫുള്ളാക്കി കുതിര എന്തെന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് ശേഷം മാത്രമേ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളെ പോകാനായിട്ട് നമ്മൾ അനുവദിക്കത്തുള്ളൂ. അതിന് തക്കതായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് നിങ്ങളെ കൂടെ നടന്ന് നിങ്ങൾക്ക് കുതിര സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുതിരയെ നോക്കണം, അതായത് സ്റ്റേബിളിൽ നിന്ന് കുതിര അഴിച്ചിറക്കി, കുതിരയെ ഗ്രൂമിങ് ചെയ്ത് അഴിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ട് റൈഡിങ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് എങ്ങനെ കൊണ്ടുവന്ന് ഷെഡിൽ കെട്ടാം എന്നുള്ളത് വരെ നമ്മളിവിടെ ക്ലാസ്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിരയ്ക്ക് വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രൂമിങ്, ഹൂഫ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് ശീലിച്ച് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന്, അതായത് ഈ 30 ദിവസത്തെ ക്ലാസ്സിന് ശേഷം ഇതെല്ലാം നമ്മൾ ഇതിന് പ്രൊഫഷണൽ ആ രീതിക്ക് നമ്മൾ ചെയ്തിറക്കി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കാറ്, ഇപ്പം ഞാനൊരു
കാർ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇൻ കേസ് എല്ലാവർക്കും കാർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അല്ലാത്തവർക്ക് നമ്മൾ കാർ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് കുതിര ഈ റൈഡ് ചെയ്തിട്ട് പോയിട്ട് കുതിരയെ വാങ്ങാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യം ഉള്ളവർ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പഠിച്ചിട്ട് പോണവർ പിന്നെ ഇത് മറക്കുമോ എന്നുള്ളൊരു ഇത് വരും. കാരണം ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോയവർ കുറേ കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറന്നു പോകും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ മൈൻഡ് നിൽക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്തിട്ട് പോയി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് ചിലപ്പോൾ അതേപോലെ നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വന്ന് ഈ ഒരു മാസത്തിൽ ഇത്ര ദിവസമെങ്കിലും ഇത് വന്ന് നിങ്ങൾ റൈഡ് ചെയ്യണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ ഒരു മാസത്തിൽ ഇത്ര വന്ന് ചെയ്യണമെന്നില്ല. അവർക്ക് ആഗ്രഹമുള്ള സമയത്ത് നമ്മളിവിടെ അവൈലബിൾ ആണ്. അവർക്ക് ഇപ്പോൾ കുതിര ഓട്ടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വരാം. അതിന് നമ്മൾ ഇത്ര സമയത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് ഫീസ് അടച്ച് അവർക്ക് റൈഡ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ ആദ്യം തരുന്ന ഫീസ് എമൗണ്ട് അല്ല നിങ്ങൾ ചാർജ് ആക്കുന്നത്, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവർക്ക് വേറെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിര നമ്മൾ കുതിരയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ള കുതിരയ്ക്കുള്ള പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, ഫുഡ് കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വരുമാനം വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്തു പോകാൻ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പഠിച്ചിട്ട് പോവാതെ, ഇവിടുന്ന് പഠിച്ചിട്ടുള്ള കുട്ടികളല്ലാതെ പഠിച്ച കുട്ടികളാണ് ഇത് ഓട്ടിക്കാൻ ആഗ്രഹമുള്ള, പക്ഷെ കുതിരയില്ല, വേറൊരു ഇത് അക്കാഡമിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ചാർജസ് ഒക്കെ ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞ് ആ ഓട്ടിക്കാൻ ആഗ്രഹമുള്ളൂ പഠിച്ചവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടിക്കാൻ കൊടുക്കുമോ? നമ്മൾ ആദ്യമേ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് ആഗ്രഹത്തിന് പുറത്ത്, അതായത് എല്ലാവരുടെ ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ ചെയ്യണം. നമ്മളെ നേട്ടം മാത്രമല്ല, നമ്മൾ വരുന്നവർക്കും കൂടെ ഇതുകൊണ്ട് ഉപകാരപ്പെടണം. വരുന്നവർക്കുള്ളത് നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നത് പോലെ വലിയ ചാർജ് ഒന്നുമില്ല. നമുക്ക് നിശ്ചിത ഒരു എമൗണ്ട് ഉണ്ട്, ചെറിയൊരു എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് ചാർജ് ചെയ്ത് നമ്മളിവിടെ അവർക്ക് ഓട്ടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്യാം. സോ അതിന് വേറെ ഒരു തടസ്സവും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ പഠിച്ചവർക്കും വരാം കേട്ടോ. നമുക്ക് ഈ പുറത്തുനിന്നുള്ള ആളാണ് നമ്മളെ വലുതാണ് അതൊന്നുമില്ല. നമ്മളിവിടെ എല്ലാവർക്കും നമ്മൾ തുല്യതാണ്. ആഗ്രഹങ്ങൾ തീർക്കുക. ആഗ്രഹങ്ങൾ നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ ഇന്ന് കാണുന്ന ഒരു നാളെ കാണൂല. അപ്പോൾ ആഗ്രഹങ്ങൾ തീർത്തു പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇത് ഓട്ടിക്കാൻ അല്ലെങ്കിൽ ഇത് റൈഡ് ചെയ്യണം സ്വന്തമായിട്ട്, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഇവർക്ക് പറയേണ്ടതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുതിര റൈഡ് പഠിക്കാവുന്നതാണ്. സോ പേയാടാണ്, സോ ഇതിലെ വാട്സപ്പ് നമ്പറും അതിൻ്റെ കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഹായ് പറ. എൻ്റെ 2 മക്കളും കയറി, തനുവും ഋതുവും. അവർക്ക് പേടിയൊന്നുമില്ല. ജോസണ്ണനെ കേട്ടോ. സോ അവർ കയറി. അപ്പോൾ നിങ്ങൾക്കും കയറാൻ സാധിക്കും. സോ വരും. ഇവർ ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതല്ലേ. സോ ഇവർക്കൊക്കെ വലുതായിരുന്നെങ്കിൽ ഞാനിത് പഠിപ്പിച്ചേനെ. കൊച്ചു കുട്ടികളല്ലേ, ഒരു 8 വയസ്സ് 9 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എടാ സീറ്റ് അത് ശരി നിങ്ങൾ പിടിച്ച് കയറുമ്പോൾ എങ്ങനെ പിടിച്ചു കയറോടെ? ഇവിടെ ഇങ്ങനെ നമ്മൾ ചാടി കയറുന്നു. അല്ല, എവിടെയെങ്കിലും ഇങ്ങനെ ആദ്യം കയറുമ്പോഴേ നെക്ക് ബെൽറ്റ് പിടിച്ചിരിക്കും. ഈ നെക്ക് ബെൽറ്റ് ആദ്യം നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് വെക്കും. പിള്ളേർക്ക് രണ്ട് സൈഡ് വരെ പോലെ ഇങ്ങനെ
രണ്ടും ഈ ബോഡി തൊട്ട് എപ്പോഴും കൈ ടച്ച് ആയിട്ടാണ് ഇങ്ങനെ, എന്നാലേ കുതിരയെ പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. എങ്ങോട്ടായി പോയാൽ ട്രെയിൻസ് അത്രയും ഫ്രീ ആയിരിക്കും, തിരിയാൻ സമയം എടുക്കും. ടൈറ്റ് ചെയ്യണ്ട, ഇത്ര ഫ്രീ ആയിട്ട് വിട്ടിട്ട് വാക്കെന്ന് പറയും. ലെഗ് വെച്ച് ചെയ്തിട്ട് വാക്ക്. അവിടെയാണ് അതിൻ്റെ ഗിയർ. കൊള്ളാം കേട്ടോ.